ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ എൻ്റെ ഒരു പുതിയ സെഗ്മെൻ്റാണ് റിവ്യൂ സെഗ്മെൻറ്റ്. പുതിയതെന്ന് പറയാനായിട്ട് വേറെ ബാക്കിയുള്ള സെഗ്മെൻറ്റിലൊന്നും ഞാൻ അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം ഈ റിവ്യൂ സെഗ്മെൻറ്റിൽ ഞാൻ പ്രധാനമായിട്ടും റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സിനിമകൾ, പിന്നെ ഞാൻ വായിക്കുന്ന ബുക്കുകൾ, പിന്നെ ഞാൻ പേഴ്സണലായിട്ട് വാങ്ങുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സ്. ഇതാണ് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതും റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള ഒരു റിവ്യൂ അല്ല എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ കൂട്ടുകാർ വന്ന് ചോദിക്കണം, അളിയ അത് കണ്ടിട്ട് എങ്ങനെയുണ്ട്, അത് വായിച്ചിട്ട് എങ്ങനെയുണ്ട്, അത് വാങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം എൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഇതാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം. അപ്പം അതിനകത്ത് മൂവി എന്നൊരു സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. മൂവിനെ സംബന്ധിച്ചുള്ള റിവ്യൂ ആണ്. ഞാൻ പ്രധാനമായിട്ടും മൂവികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. മലയാളം, തമിഴ് മൂവീസ് ഒത്തിരി കാണാറുണ്ട്. ഹിന്ദി മൂവീസ് കുറച്ച്, പിന്നെ ഇംഗ്ലീഷ് മൂവീസും വളരെ കുറച്ച് സെലക്റ്റീവായിട്ട് ആരെങ്കിലുമൊക്കെ റെഫർ ചെയ്യുന്ന പടങ്ങൾ ആണ് പൊതുവെ കാണാറുള്ളത്. അപ്പം അങ്ങനെ ഇതെൻ്റെ ആദ്യത്തെ മൂവി റിവ്യൂ ആണ്. ഏതാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? അതായത് മലയാളത്തിലെ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായുള്ള തുടരും എന്നുള്ള തുടരും മൂവിയുടെ റിവ്യൂ ആണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. തുടരും ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷേ ഇന്നലെ ആയിരുന്നു സ്വിറ്റ്സർലൻഡിലെ ആദ്യത്തെ ഷോ. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഞാൻ ആകെ 2 സിനിമയാണ് കണ്ടിട്ടുള്ളത്. അത് ഒന്ന് എമ്പുരാനും രണ്ടാമത്തത് തുടരും. പ്രധാനമായിട്ടും സ്വിറ്റ്സർലൻഡിലെ സ്യൂറിക്ക്, ജനീവ, ബേൺ, ബാസൽ എന്നീ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെയാണ് ഷോകൾ ഉണ്ടാവാറുള്ളത്. അതും ഓൺലി വളരെ സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങളോ അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള പടങ്ങളോ ഒക്കെയാണ് വരാറുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ ഒരു സാധാ തിയേറ്ററും ബാക്കിയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം വലിയ വ്യത്യാസമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ മലയാളികളെ എല്ലാവരും കൂടുന്ന ഒരു ലൊക്കേഷനാണിത്. കാരണം ഇന്നലെ ഞാൻ തിയേറ്ററിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് നമുക്ക് കാണാം എല്ലായിടത്തും അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ട്രാമിലും ബസ്സിലൊക്കെ ആയിട്ട് മലയാളികൾ സിറ്റിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അവരെല്ലാം സിനിമയ്ക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. എനിവേ, തുടരും ഞാൻ ഇന്നലെ പോയി കണ്ടു. പടം ഇഷ്ടപ്പെട്ടു, അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. ഒരു നല്ല കുഴപ്പമില്ലാത്തൊരു ഗുഡ് ഫീലിംഗ്. പക്ഷേ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞതുപോലെ ഒരു എക്സലൻറ്റ് ഫിലിമിനെന്നോ മോഹൻലാലിൻ്റെ തിരിച്ചുവരവെന്നോ ദൃശ്യത്തിനേക്കായതിൻ്റെ മുകളിൽ വയ്ക്കാവുന്ന പടമാണെന്നോ അല്ലെങ്കിൽ തരുൺമൂർത്തിനെ കണ്ട് പൃഥ്വിരാജ് പഠിക്കണമെന്നോ ഇങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിന് ഈ പടം ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. ഒരു നല്ല പടം കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടു, ബോറൊന്നും അടിച്ചില്ല. ഇനി സിനിമയിലേക്ക് വരുവാണെങ്കിൽ സിനിമയുടെ കഥ അതൊരു സ്പോയിലറൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ജസ്റ്റ് സിനിമ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ തന്നെ വിക്കിപീഡിയയിൽ അതിൻ്റെ ഫുൾ സ്റ്റോറി കിടക്കുന്നുണ്ട്. അപ്പോൾ കഥയൊന്നുമില്ല, വളരെ ക്രിഞ്ചായിട്ടുള്ളൊരു കഥയായിട്ട് തോന്നി. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് പുതുമ എന്ന് പറയാൻ എന്താ ഉള്ളത്? അതായത് ഒരു ഹോണർ കില്ലിംഗ് ആണ് ഇതിൻ്റെ സെൻട്രൽ തീം. പക്ഷേ മോഹൻലാൽ ഇവിടെ മോഹൻലാൽ ആ വിക്ടിമിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനെ ഒരു ക്യാസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് വന്നിട്ടില്ല. ഹോണർ കില്ലിംഗ് എന്നാണ് പറയുന്നത്, ദുരഭിമാനം കൊല. അപ്പം മോഹൻലാൽ ഒരു മിഡിൽ ക്ലാസ് ലൈഫൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. മോഹൻലാലും ശോഭനയും ഒരു മകനും ഒരു മകളും ഉള്ളൊരു ഫാമിലി. അങ്ങനെ പോയി കഴിയുമ്പോൾ മോഹൻലാലിൻ്റെ മകന് അവിടുത്തെ പോലീസുകാരൻ്റെ സിറ്റി സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ മകളോടൊരു പ്രണയം തോന്നുന്നു. പക്ഷേ പോലീസുകാർക്ക് അത് ദുരഭിമാനമായി ആള് മോഹൻലാലിൻ്റെ മകനെ കൊല്ലുന്നു. പിന്നെ വളരെ
എന്താ പറയുന്നത്, വളരെ ആകസ്മികമായിട്ട് മോഹൻലാലിൽ ഈ മകൻ്റെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് പോലീസുകാരെ സഹായിക്കേണ്ടി വരുന്നു, മോഹൻലാൽ അറിയാതെ. അതിനുശേഷം മോഹൻലാൽ ഇത് തിരിച്ചറിയുന്നു. പോലീസ് മോഹൻലാലിനെ തന്നെ പ്രതിയാക്കുന്നു. മോഹൻലാൽ അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ചാടി രക്ഷപ്പെട്ട് വില്ലരായിട്ടുള്ള 2 പോലീസുകാരെ, അതായത് ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു പോലീസുകാരനെയും കൊല്ലുന്നു. ഇതാണ് സിനിമ. അതിനുശേഷം മോഹൻലാൽ അവസാനം ജയിലിൽ പോകുന്നു. ഇതെന്താ സിനിമ എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതിന് മാത്രം കൊട്ടിഘോഷിക്കാനും മാത്രമുള്ളൊരു കഥയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി ഈ സിനിമയ്ക്ക് തുടർച്ചയുണ്ടോ, അതായത് സെക്കൻഡ് പാർട്ടുണ്ടോ, ഇതിനെന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ സൈഡോ വേറെ എന്തെങ്കിലും? കാരണം ഒത്തിരി കാര്യങ്ങൾ ഈ പടത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പല കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു പിക്ചർ കിട്ടിയിട്ടില്ല. അതായത് മോഹൻലാലിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് ഇത് വരുന്നില്ല. അതുപോലെ മോഹൻലാൽ ആകസ്മികമായിട്ട് ഈ മകൻ്റെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള സ്ഥലത്ത് എത്തിപ്പെടുന്നത് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ കേസിൽ ഉൾപ്പെട്ട ആളുടെ സ്റ്റോറി, ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണെന്നോ അത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ പടത്തിൻ്റെ അവസാനം മോഹൻലാൽ ജയിലിലേക്ക് പോകുന്നു. ശോഭനയും ഫാമിലിയും ജയിലിന് പുറത്തിരിക്കുന്നു. ജയിലിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കോടതി കാര്യങ്ങളൊന്നും കാണുന്നില്ല, പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് വിലങ്ങ് വെച്ച്. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ അതിനൊരു തുടർച്ച ഉണ്ടാവാതിരിക്കാം അല്ലേ, എനിക്കറിയില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇതിൻ്റെ അകത്ത് പറയാത്ത കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടൊരു വൻ വെറൈറ്റി സാധനം വല്ലതും ഭാവിയിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇത് വളരെ ക്രിഞ്ചായിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടും വളരെ നോർമലായിട്ടുള്ളൊരു നല്ല സിനിമയായിട്ടും എനിക്ക് തോന്നി. പിന്നെ പടം എടുത്തിരിക്കുന്നത് നല്ല ക്യാമറ വർക്കാണ്, ഡയറക്ഷൻ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതാണ്. പിന്നെ പാട്ട് അത്ര കിടിലമായിട്ടുള്ള എന്തെങ്കിലും സോങ്സ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ശോഭനയും ഒക്കെ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് പിന്നെ മോഹൻലാൽ അതൊരു ഇമോഷണൽ ടച്ച് കിട്ടും കേട്ടോ. ഈ പറയുന്ന മോഹൻലാലിൻ്റെ മകൻ മരിക്കുന്നത്, മോഹൻലാൽ മകനെ കൊല്ലുന്നതും ആ ഒരു ഭാഗവും, അതുപോലെ മോഹൻലാലും വില്ലനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊരു നല്ലൊരു ഇമോഷണൽ ടച്ചും ആ സിറ്റുവേഷനുമായിട്ട് നമുക്കൊരു ഫീലൊക്കെ തരും. അങ്ങനെയുള്ള നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബേസിക്കായിട്ട് ഈ പടം കുറേ സ്ഥലത്ത് ക്രിഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഓവറോൾ പടം നന്നായിരുന്നു. പടം കണ്ടതിൽ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ഒന്നുമില്ല. പിന്നെ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ഇതനുസരിച്ച്, നിലവാരം അനുസരിച്ച് പറയുന്ന പല പടങ്ങളും അവർ പറയുന്ന ഹൈപ്പിനകത്ത് നിൽക്കുന്നുണ്ടോ, അതായത് ഇവരുടെ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഫിൽറ്റർ ഇടുന്ന പോലെയായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഫീലിംഗ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് മൂവീനെ പ്രൊമോട്ട് ചെയ്യാനോ ഡീഗ്രേഡ് ചെയ്യാനോ അല്ല. എൻ്റെ മൂവി റിവ്യൂസ് എൻ്റെ ഫ്രണ്ട്സിനും ഈ വീഡിയോ കാണുന്നവർക്കും ഞാൻ എങ്ങനെയാണ് ആ സിനിമേനെ കണ്ടത് എന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ അപ്പം എല്ലാവർക്കും ഇനി പുതിയൊരു മൂവി കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് വായിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും പുതിയൊരു റിവ്യൂ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പം തുടരും മൂവി കാണാൻ ആഗ്രഹിക്കുന്നവർ, എൻ്റെ റിവ്യൂ കേട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ പോയി കാണുക. ഇനിയിപ്പം എൻ്റെ റിവ്യൂ കണ്ട് ഓക്കെ സമയം വേസ്റ്റ് ആവും അല്ലെങ്കിൽ അത്ര ഇതില്ലെന്നുണ്ടെങ്കിൽ പോയി കാണാതിരിക്കുക. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കാശ് നിങ്ങളുടെ സമയമാണ്. ഓക്കെ, അപ്പോൾ ശരിയെന്നാ, ബൈ.